അതിരൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയാണ് കേരളം നേരിടുന്നത്. പ്രധാനമായും ജലവൈദ്യുത പദ്ധതികളെ ആശ്രയിച്ചാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ആധുനിക കാലത്ത് ജലവൈദ്യുത പദ്ധതികളെ മാത്രം ആശ്രയിക്കാനും കഴിയില്ല. വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങി കേരളം മടുത്തിരിക്കുന്നു. വലിയ തുകയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ട അവസ്ഥയിലാണ് സംസ്ഥാനം. എന്താണ് ഇതിനൊരു പരിഹാരം? അതിനിടെ പ്രതിസന്ധിക്ക് പരിഹാരമായി കേരളത്തിൽ ആണവ വൈദ്യുത നിലയം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു. ഇതിനുള്ള നീക്കങ്ങൾ KECBയും ഊർജ്ജ വകുപ്പും തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 15-ന് ഇത് സംബന്ധിച്ച് ആദ്യഘട്ട ചർച്ചകൾ നടത്തി. മുംബൈയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായി KECB ചെയർമാനാണ് ചർച്ച നടത്തിയത്. 2 ഡയറക്ടർമാരും ആദ്യഘട്ട ചർച്ചയിൽ പങ്കെടുത്തു. 220 മെഗാവാട്ടിൻ്റെ 2 പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത്. 440 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 പദ്ധതികളും രണ്ടിടത്തായാവും സ്ഥാപിക്കുക. 7000 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. പദ്ധതിയുടെ 60% തുക കേന്ദ്രം ഗ്രാൻഡായി നൽകണമെന്നും ചർച്ചയിൽ KECB ചെയർമാൻ ആവശ്യപ്പെട്ടു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പ്രായോഗികമായ ഏകമാർഗം ആണവ പദ്ധതിയാണെന്ന് KECB ചെയർമാൻ ബിജു പ്രഭാകർ പറഞ്ഞു. 5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആണവ വൈദ്യുത നിലയങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങാനുള്ള ചർച്ചകളാണ് KECB ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായി ആദ്യം നടത്തിയത്. കൂടംകുളത്തു നിന്നോ രാജസ്ഥാനിൽ നിന്നോ കുറഞ്ഞ നിരക്കിൽ 480 മെഗാവാട്ട് വൈദ്യുതി നൽകണമെന്നാണ് KECB ആവശ്യപ്പെട്ടത്. ഇവിടെ നിന്ന് ടെൻഡറിലൂടെ മാത്രമേ വൈദ്യുതി ലഭിക്കൂ. ആണവ വൈദ്യുത പദ്ധതി തുടങ്ങിയാൽ പദ്ധതി തുടങ്ങുന്ന സംസ്ഥാനത്തിന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പകുതി ലഭിക്കും. സംസ്ഥാനം ആണവ വൈദ്യുത നിലയം സ്ഥാപിക്കുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് ഇതേ തുടർന്നാണ്. അതിനിടെ കുറഞ്ഞ വിലയ്ക്ക് 465 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള KECBയുടെ 4 ദീർഘകാല കരാറുകൾ പുനഃസ്ഥാപിക്കാനാവില്ലെന്ന് വൈദ്യുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. സംസ്ഥാനത്തിന് ഇത് കനത്ത തിരിച്ചടിയാകും. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങാനായില്ലെങ്കിൽ കൂടിയ വിലയ്ക്ക് ബോർഡിന് വൈദ്യുതി വാങ്ങേണ്ടി വരും. ഇതിൻ്റെ ഭാരം ഉപഭോക്താക്കളുടെ ചുമലിലേക്കെത്തും. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരും. വൈദ്യുതി അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ ഉത്തരവിനെതിരെ KECB സുപ്രീം കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് സൂചന. UDF കാലത്ത് 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാനുള്ള കരാർ LDFിൻ്റെ കാലത്ത് റദ്ദാക്കുകയായിരുന്നു. കരാർ റദ്ദാക്കിയതിൽ അഴിമതി ആരോപണം വരെ ഉയർന്നിരുന്നു. എന്നാൽ വൈദ്യുതി പ്രതിസന്ധിയെ തുടർന്ന് കരാർ പുനഃസ്ഥാപിക്കാൻ പിണറായി സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ഈ തീരുമാനമാണ് വൈദ്യുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ റദ്ദാക്കിയത്. 2014 ക്ഷണിച്ച 2 ടെൻഡറുകളിലായി ജാംബുവ പവർ, ജിൻഡൽ പവർ, ജിൻഡൽ ഇന്ത്യ തെർമൽ പവർ എന്നീ കമ്പനികളിൽ നിന്ന് 2016 മുതൽ 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാനാണ് KECB കരാർ ഉറപ്പിച്ചത്. 2023 കരാറുകൾ റദ്ദാക്കി ERC ഉത്തരവിറക്കി. മന്ത്രിസഭയുടെ ആവശ്യപ്രകാരം ERC വീണ്ടും വിഷയം പരിഗണിക്കുകയും കഴിഞ്ഞ ഡിസംബറിൽ കരാർ പുനഃസ്ഥാപിച്ചുള്ള ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തു. ഇതിനെതിരെ ജാംബുവ പവർ നൽകിയ അപ്പീലിലാണ് വൈദ്യുതി അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ ഉത്തരവുണ്ടായത്.